നിങ്ങൾക്കറിയോ, വേൾഡിൻ്റെ മാപ്പിൽ തന്നെ യു എ ഉണ്ടായിരുന്നില്ല 55 വർഷങ്ങൾക്ക് മുന്നേ. ചെറിയ 7 ഷെയ്ഖ് ഡോംസ് ആയിരുന്നു. ബ്രിട്ടൻ ഇവിടുന്ന് പോയ സമയത്ത് ഈ ഷെയ്ഖ് ഡോംസിനെ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ വിഷണറി ലീഡറായിട്ടുള്ള ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയിട്ട് ഫോം ചെയ്തു. ഇപ്പോൾ നമുക്ക് ഈ യു എനെ ഒരു ടൊയോട്ട ബ്രാൻഡായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും സ്പീഡസ്റ്റ് കാറായിട്ടുള്ള സൂപ്പറിനെ നമുക്ക് ദുബായിക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഇവിടെ എല്ലാം ഭയങ്കര സ്പീഡും പവർഫുൾ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് യു എയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ദുബായിനെ കൺസിഡർ ചെയ്യുന്നത്. സ്പീഡ് മാത്രം പോരാ, സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അബുദാബി ലാൻഡ് ക്രൂസർ പോലെ ഏത് കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാലും വീടില്ല എന്നുള്ള രീതിയിൽ നേതാവായിട്ട് നിൽക്കണം. ഒരു നാടിൻ്റെ വളർച്ചയ്ക്ക് എഡ്യൂക്കേഷനും കൾച്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിയിലാണ് ഷാർജ ടൊയോട്ട ഫോർച്യൂണർ പോലെ താങ്ങി നിർത്തുന്നത്. ഈ വരുന്നവർക്ക് അഫോർഡബിൾ ആയിട്ട് വിശ്വസിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അജ്മാൻ എന്ന് പറയുന്ന ഒരു സ്ഥലം ടൊയോട്ട കൊറോള പോലെ യു എയിലുള്ളത്. അതിനേക്കാൾ ചീപ്പായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉമ്മുൽ കുവൈൻ ടൊയോട്ട യാരിസ് പോലെ കൾച്ചറിനെയും ട്രഡീഷനെയും വാല്യൂ ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ റാസൽ ഖൈമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എമർജിങ് സിറ്റിയാണ്. അതുകൊണ്ട് ടൂറിസം ടൊയോട്ട പ്രാഡോ പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുജേറ ആണെന്നുണ്ടെങ്കിലോ പോർട്സും മെറീനാസും അതുപോലെ തന്നെ ഒരുപാട് മ്യൂസിയവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് ഏത് കാറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ന്യൂസസിന് വേണ്ടിയിട്ട് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.